മിച്ചുവിൻ്റെ നോമ്പ് തുറക്കുകയാണ് കേട്ടോ. മിച്ചു എന്താ പറയാനുള്ളത്? ആ ഞാൻ നോമ്പ് തുറക്കാണ് പറയാം. ആ അപ്പോൾ ഓന് 9 മണിക്ക് പുലർച്ചെ ചോറൊക്കെ ഭക്ഷണം കഴിച്ചിട്ടേ 9:15 ഓൻ്റെ നോമ്പ് തുറന്നു കേട്ടോ. ഓൻ നോമ്പ് തുറന്നു. ഇതാകണ് എന്തൊക്കെ അമ്മച്ചി ഉണ്ടാക്കി വെച്ചിരിക്കണ് നോമ്പ് തുറക്കാൻ? സമൂസ, പിന്നെ കപ്പ് കേക്ക്, ഇതത്തത് വത്തക്ക, പിന്നെ ജ്യൂസ് അടിച്ചിട്ടുണ്ട്, പാല് കാച്ചുന്നുണ്ട്. ഒക്കെ മിച്ചുവിൻ്റെ നോമ്പ് തുറയാണ് കേട്ടോ ഇന്നത്തെ. മിച്ചുവിന് എന്താ പറയുള്ളത്? എല്ലാവരും ഇങ്ങനെ നോൽമ്പ് നോൽക്കണം കേട്ടോ. 6 മണി മുതൽ 10 മണി വരെ 2 മണിക്കൂർ മിച്ചു നോമ്പ് നോറ്റ് വിജയകരമായി പൂർത്തിയാക്കിട്ടോ. 2 മണിക്കൂറത്തെ നോൽമ്പാണ്. കുട്ടിയൊക്കെ തന്നെ വലുതായി. അപ്പോൾ അത് കുട്ടിയൊക്കെ തന്നെ വലുതല്ലേ മിച്ചുവോ ഈ നോൽമ്പ് തന്നെ? ഫുള്ളാക്കണോ? ഫുള്ളാക്കലില്ല. ഫുള്ളാക്കൽ കുറച്ച് ദിവസം കൂടി കാച്ചാട്ടോ കേട്ടോ. ഒന്നും വലുതായ ആരോഗ്യമൊക്കെ ആയിട്ട് കേട്ടോ. ചെറിയ ഇപ്പൊ ഇതെന്താണ്? ഇപ്പൊ ചിന്നിക്കുട്ടിയാണ് പറഞ്ഞ ആണ്. അപ്പം ഞമ്മച്ചി പാല് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് പാല് കുടിച്ച കറക്കുക. ഞായറാഴ്ചയാണ്, സ്കൂളില്ല അല്ലേ? പിന്നെന്താ പരിപാടി? ഇനി തിന്നൂടേ. മഞ്ഞപ്പെട്ടിക്ക് പോകണം. മഞ്ഞപ്പെട്ടിക്ക് പോകണം. ഒക്കെ തിന്നണം. സമൂസ 3 4 ഉണ്ടാക്കി വെച്ചിരിക്കണ്. അത് 4 തിന്നു. ഇനി ഒന്നും കൂടിയുള്ളൂ. കപ്പയൊക്കെ കുറേ തിന്നിക്കണം കേട്ടോ. വത്തക്ക ഈ ഒരു പീസും കൂടി ഉണ്ട്. ഇതൊക്കെ കയ്യെങ്കിൽ തിന്നാൽ മതി കേട്ടോ. കയ്യിന് അത്ര തിന്നാൽ മതി കേട്ടോ. ഓവറാക്കണ്ട കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തിന്നാം. ഇനി ഒന്ന് കുളിച്ചൊക്കെ ചെയ്തിട്ട് തിന്നാം. ക്ഷീണം മാറിയില്ല അപ്പോൾ? ക്ഷീണം ഉണ്ടെങ്കിലല്ലേ മാറല്ലേ. സ്കൂളിൻ്റെ ലഞ്ച് ടൈമല്ലേ ഇപ്പോൾ? സ്കൂളിൽ നിന്ന് ലഞ്ച് കഴിക്കുന്ന ടൈമിൽ നമ്മൾ നോമ്പ് തുറന്നു. സ്നാക്സ് കഴിക്കണേ. സ്നാക്സ് കഴിക്കുന്ന ടൈമാണല്ലോ സ്കൂളിൽ നിന്ന്. മുന്തിരി ഉണ്ട്. മുന്തിരി കൊണ്ട് ജ്യൂസ് അടിച്ചാലോ? ജ്യൂസ് കുടിച്ചോ ജി? എന്നാൽ പാൽ കുടിച്ച്. അങ്ങനെ മിച്ചുവിൻ്റെ ഒരു നോമ്പ് തുറ.